വാ യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ നാഥനേ, യേശുവേ യേശുവേ എൻ കാന്തനേ, നീയല്ലാതാശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നിന്നെ പോൽ യോഗ്യനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ കാന്തനേ, യേശുവേ എൻ കാന്തനേ.
സത്യങ്ങൾ എല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആശകളെല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ഈശോയുടെ കൂടെ ഈ പ്രഭാതം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ
അവനെ എന്നിലേക്ക് ആവഹിക്കാൻ എനിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, പക്ഷേ നിർബന്ധമായിട്ടും കണ്ണുകളെ അടച്ച്, നിർബന്ധമായിട്ടും നമ്മുടെ കണ്ണുകളെയൊക്കെ നടച്ച് മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ, ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈശോയുടെ കൂടെ ഈ അരമണിക്കൂർ സമയം ധ്യാനത്തോടെ ആയിരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. എല്ലാ ദിനവും നന്ദി പറഞ്ഞ് നമ്മൾ പ്രഭാതം ആരംഭിക്കുന്ന അതേ സ്തോത്രഗാനത്തോടെ, കർത്താവേ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ അപകടങ്ങൾ കൂടാതെ, ആപത്തുകൾ കൂടാതെ കൈപിടിച്ച് നടത്തിയതിനും ഈ മനോഹരമായ പ്രഭാതം കാണുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയതിനും നന്ദി പറയുന്നു. ഓർത്തേക്കണം, അനേകം മക്കൾ ഇന്ന് പ്രഭാതം കാണാൻ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ അനേകം മക്കളുണ്ട്. അവരിൽ ഒരാളാകാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ, ഉണർത്തിയ, ഇന്നലെ രാത്രി നൽകിയ വിശ്രമത്തിനെല്ലാം നന്ദി പറഞ്ഞ് നമ്മൾ ഈ ദിനം ആരംഭിക്കുന്നു. എന്ന് പറയാം, യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയരെ, പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ 83-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 83, ശത്രുക്കളെ സംരംഭിക്കുന്നതിന് വേണ്ടി എനിക്കെതിരെ നിൽക്കുന്ന എന്ന് നീ തോന്നിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഭയപ്പെടുത്തുന്നത്, സംരക്ഷിക്കുന്നത്, നിനക്കെതിരെ പോരാടാൻ, നിനക്കെതിരെ നിൽക്കാൻ അവരെ അനുവദിക്കരുതേ കർത്താവേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് 83-ാം സങ്കീർത്തനം. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ദിവസം പ്രഭാതം ആരംഭിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ശരീരത്തിൽ ആവഹിക്കുന്ന, വരയ്ക്കുന്ന ഈ പരിശുദ്ധ കുരിശ് ഈ ദിനം മുഴുവൻ ഞങ്ങളെ കാണപ്പെടുന്ന, കാണപ്പെടാത്ത അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഭയപ്പെടുത്തുന്നൊരു ലാഞ്ചന പോലും ഞങ്ങൾക്ക് തരാതിരിക്കാനും, ശത്രു സംരക്ഷണത്തിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. 83 സങ്കീർത്തനം. ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു.
അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ഏദോമരുടെയും ഇശ്മായേലരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗായരും കൂടെ ഗോബാലും അമോനും അമോലോക്കും ഫിലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാനോരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കിൽ വെച്ച് സീസരയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെന്തോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഹേരോബ് സോബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേഹബ് സൽമൂന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പിടി പോലെയും കാറ്റത്തു മാറുന്ന ബദിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുറ്റുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ടവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ടവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവരുടെ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നശിച്ച് നാണിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്ക് മീതെ അത്യുന്നതൻ എന്ന് അറിയും. ഭവായിക്കും പുത്രനും റൂഹാദുകുദിശായിക്കും സ്തുതി അനാദി മുതൽ എന്നേക്കും. ആമേൻ ആമേൻ. കണ്ണുകളടച്ച് പ്രിയരടുത്ത അരമണിക്കൂർ സമയം ഈശോയുടെ കൂടെ നമ്മളായിരിക്കാനായിട്ട് പോവുകയാണ്. പ്രഭാത ധ്യാനം പിറുപിറുപ്പിൻ്റെയോ കലുഷിതമായ മനസ്സിൻ്റെയോ ഉടമയല്ല. ചുരുക്കം അരമണിക്കൂർ സമയമെങ്കിലും പേമാരിയും ശക്തമായ രൂക്ഷമായ കടലാക്രമണവും ഉണ്ടായപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ അപകടകരമായ ആ കടലിൻ്റെ നടുവിൽ 12 ശിഷ്യന്മാരും ഭയപ്പാടോടെ ഇരിക്കുമ്പോഴും ക്രിസ്തു ശാന്തമായിട്ട് അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ശാന്തമായി ആ പടകിൻ്റെ അമരത്ത് തലവെച്ച്, ഇതാ എൻ്റെ ഗുരുനാഥൻ എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നുവെന്ന് പകപ്പോടെ ആദിയോടെ ഭയത്തോടെ അവനെ വിളിച്ചുണർത്തുന്ന ശിഷ്യന്മാർ. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ വലിയൊരു പ്രകടമായ അടയാളമാണ് ഏതവസ്ഥയിലും ശാന്തമായിട്ട് ഉണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ കർത്താവും ചാട്ടവാറെടുത്തിട്ടുണ്ട് ദേവാലയ ശുദ്ധീകരണത്തിൽ. പക്ഷേ മിക്കപ്പോഴും ഏറ്റവും ശാന്തമായിട്ട് തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ, ദുഷ്ടതകളെ, പ്രലോഭനങ്ങളെ, രോഗാവസ്ഥകളെ എല്ലാം നേരിടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ പ്രഭാതവും അതുപോലെ തന്നെയാണ്. യാതൊരു ചിന്തയും, അച്ഛൻ അത് തന്നെയാണ് പറയുന്നത്, യാതൊരു ചിന്തയും വേണ്ട, ക്രിസ്തുവിനെ മാത്രം ചിന്തിച്ചു. ഈ ദിവസത്തേക്ക് വേണ്ട ആത്മീയമായ ഊർജം യേശുവേ, യേശുവേ, ഈശോയെ, യേശുനായക, പരിശുദ്ധാത്മാവേ,
എല്ലാ ദിവസവും അച്ഛൻ പറയുന്നത് തന്നെ ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ. കണ്ണുകളെ ബലപ്രയോഗത്തിലൂടെയാണ്, ഇറുക്കി അടയ്ക്കാനൊന്നുമില്ല കേട്ടോ. ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് എനിക്ക് ചുറ്റുമുള്ള ഒന്നും നമ്മൾ ആലോചിക്കില്ല. ഇന്നലെ നടന്ന, ഇന്ന് രാവിലെ നടന്ന, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നും നമ്മുടെ എൻ്റെ മുൻപിലുള്ളത് ക്രിസ്തു മാത്രമാണ്. കണ്ണുകളടയ്ക്കുക. ഈ ദിവസത്തേക്ക് വേണ്ടതായ ആത്മീയമായ ഊർജത്തിൻ്റെ ആദ്യപടിയാണ് തിരുവചന സന്ദേശം. വചനം എല്ലാ ദിനവും ധാരയായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ഒഴുകി. ഇന്ന് 809 ദിവസമാണെന്ന്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള വചനഭാഗമാണ് മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ശാന്തമായിട്ടൊന്ന്, കാര്യമായിട്ടൊന്ന് എൻ്റെ ഉള്ളിൽ തട്ടി ചിന്തിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട ഒരു വചനഭാഗമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഈശോയിലേക്ക് ഒന്ന് കൊടുക്കാം. നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. അപ്പം എന്നതുകൊണ്ട് ഭക്ഷണം മാത്രമല്ല, ഈ ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അനാവശ്യമായ ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് കരുതിയിരിക്കുന്ന ചില മേഖലകളുണ്ടെന്നേ. അനാവശ്യമായ പ്രാധാന്യം കൊടുക്കുന്ന ചില മേഖലകൾ, ചില കൂട്ടുകെട്ടുകൾ, ചില പ്രത്യേക വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, വസ്ത്രം, ആഭരണം, ഭക്ഷണം, ഭവനം, ചില പ്രത്യേക വാഹനങ്ങൾ. ഇതൊന്നുമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നൊരു മിഥ്യാധാരണയുള്ള ചില മേഖലകളൊക്കെയുണ്ട്. ഈശോയിലേക്ക് കൊടുക്കുക. കർത്താവ്, ചില മേഖലകൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്ന് എൻ്റെ അപ്പമായി തീരുന്ന ചില ഭൗതിക വസ്തുക്കളുണ്ട് കർത്താവേ. ചിലപ്പോൾ ലഹരിയാകാം, ചില കൂട്ടുകാരുടെ സാന്നിധ്യമാകാം, കൂട്ടുകാരികളുടെ സാന്നിധ്യമാകാം, പണത്തിനോട്, ചില പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങളാകാം. ഇങ്ങനെയുള്ള സംഗതികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, മോനെ നീ മറന്നു പോകുന്നുണ്ട്. ദൈവവചനം, ആത്മീയത നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഒന്ന് കർത്താവിലേക്ക് ഒന്ന് പ്രത്യേകമായിട്ട് കിടക്കുക. ഈശോയെ, അനാവശ്യമായ ഭൗതികമായ ചിന്തകളിൽ നിന്നും എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ മലിനമാക്കുന്ന തെറ്റായ മേഖലകളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമേ. മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ചില പ്രസിദ്ധീകരണങ്ങൾ, തഴക്കദോഷങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ജഡിക സ്വഭാവങ്ങൾ, ദൂഷണം, ഏഷണി പറയുന്ന എൻ്റെ അധരം, ചീത്ത കാണുന്ന എൻ്റെ കണ്ണുകൾ, മറ്റുള്ളവരുടെ ബലഹീനതകൾ,
മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ വലിയ ശ്രദ്ധാപൂർവവും സന്തോഷത്തോടെയും കേൾക്കുന്ന എൻ്റെ ഇരു കാതുകൾ, എൻ്റെ ഉള്ളംകാല് മുതൽ തലമുടി വരെ കർത്താവെ, അങ്ങേ ഹിതത്തിനെതിരായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്ന സ്വഭാവ രീതികൾ, അമിതമായ ഉത്കണ്ഠയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ, ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷം, എല്ലാം കർത്താവെ അനുഗ്രഹിച്ചേക്കണേ. അങ്ങയുടെ ശക്തമായ ഇടപെടൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാനും ആ വചനം മുറതെറ്റാതെ സമയക്രമം പാലിച്ച് ഇഴതെറ്റാതെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളോട് കരുണയുണ്ടാകണമേ നാഥ. പ്രിയരെ, പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് ഒന്ന് കൊടുക്കാം. ശാന്തമായിട്ട് നിൽക്കുക. പ്രത്യേകം പറയുന്നുണ്ട്, ശാന്തമായിട്ട് നിൽക്കുക. വേറൊന്നും കണ്ണടച്ച് പലവിധ ചിന്തകളില്ലാതെ ഈ ആലയത്തിൽ നിൽക്കുന്നത് തന്നെ വലിയൊരു കൃപയാകട്ടോ. പലപ്പോഴും സാധിക്കാത്തൊരു കാര്യമാണ് ഏറ്റവും ശാന്തമായിട്ട് ദേവാലയത്തിൽ. പക്ഷെ എപ്പോഴും പറയും, പല വൈദികർ അർപ്പിച്ച വിശുദ്ധ കുർബാന കണ്ണുനീരോടുകൂടി വിലാപത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നുറുങ്ങി പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും തളം കെട്ടി നിൽക്കുന്ന ഈ പരിശുദ്ധാലയത്തിൽ ശാന്തമായിട്ട് നിന്നുകൊണ്ട്, ശാന്തമായിട്ട് മറ്റ് ചിന്തകളില്ലാതിരുന്നുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബ്, ദൈവത്തിൻ്റെ വലിയൊരു കൃപ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാക്കും. മധ്യസ്ഥം വഹിക്കാനായിട്ട് ഈ സമയം, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ സമയം നമ്മളൊന്ന് മാറ്റിവെക്കുന്നുണ്ട്. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട പല മക്കളുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥന ഒന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ചില വ്യക്തികളെ കാണുമ്പോൾ, ചില കുടുംബങ്ങളെ കാണുമ്പോൾ അവർക്കെന്തേ ഈ ഗതി, അല്ലെങ്കിൽ ചിലരുടെ വീഴ്ചകൾ, നമുക്കറിയുന്ന അറിയാത്ത ചിലർക്ക് സംഭവിക്കുന്ന ചില ബലഹീനതകളൊക്കെ നമ്മൾ കേട്ടുപോയിട്ടുണ്ടാകും. പക്ഷെ ആ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാള് നിൻ്റെ വലിയ സുഹൃത്തായിട്ട്, അടുപ്പക്കാരിയായിട്ടിരുന്ന ചിലർ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് നീ നിൻ്റെ ഹൃദയത്തിൽ ചിലവർക്ക് ചില മുദ്രകൾ കുത്തിക്കൊടുത്തിട്ടുണ്ട്, ചാപ്പ കുത്തിയിട്ടുണ്ട്. ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ ശത്രുവാണ്, എനിക്കെതിരെ നിൽക്കുന്നവനാണ്. ഇന്ന് തന്നെ പോയി സംസാരിക്കാനൊന്നുമല്ല കേട്ടോ പറയുന്ന അച്ഛൻ, പക്ഷെ അവരെ അന്ന് സമർപ്പിക്കുക. കർത്താവേ, ഇന്ന വ്യക്തി എൻ്റെ ഉള്ളിൽ എന്നെ എതിർക്കുന്ന, എൻ്റെ ഭവനത്തിന് നേരെ, കുടുംബത്തിന് നേരെ, എൻ്റെ സ്വഭാവത്തിന് നേരെ വമ്പ് പറയുന്ന, വീമ്പ് പറയുന്ന, വള്ളു പറയുന്ന, കുറ്റം ആരോപിക്കുന്ന വ്യക്തികളാണെന്ന്, കുടുംബങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ സമർപ്പിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളായിരുന്നവരാകാം, നിൻ്റെ ഇണയാകാം, നിൻ്റെ മക്കളാകാം. അവരോട് വിരോധ വിദ്വേഷമൊന്നുമല്ല. അവരൊന്ന് സമർപ്പിക്കുന്ന വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ്, കർത്താവ് ഇന്ന വ്യക്തിയെ, അവനിലുള്ള അല്ലെങ്കിൽ അവളിലുള്ള വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ ബന്ധനത്തെ
നീ അകറ്റിക്കളയണമേ. അത് മാത്രമുള്ള പ്രാർത്ഥന. നമുക്ക് ശത്രു എന്ന് നീ വിചാരിക്കുന്ന കുടുംബത്തിൻ്റെ മനുഷ്യൻ്റെ നാശത്തിനായിട്ടോ തിന്മയ്ക്കായിട്ടോ അല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അവൻ്റെ വിശുദ്ധി നൽകണേ. ഒരുപക്ഷെ എന്നിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, തിന്മയുടെ ശക്തിയുള്ളതെങ്കിൽ എന്നെയും വിശുദ്ധീകരിക്കണേ നാഥ. വലിയൊരു പ്രാർത്ഥനയാണ്. ഞാൻ മൂലം, എൻ്റെ വാക്കുകൾ മൂലം, എൻ്റെ നോട്ടം മൂലം, എൻ്റെ ശരീരം മൂലം ഒരുവൻ പോലും, ഒരുത്തി പോലും തിന്മയുടെ ബന്ധനത്തിലകപ്പെടാതിരിക്കാൻ, തെറ്റുകാരാകാതിരിക്കാൻ, പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ. ചിലപ്പോൾ നമ്മൾ നിസാരമെന്ന് കരുതി പറയുന്ന ചില വാക്കുകളൊക്കെ വലിയ വിദ്വേഷത്തിൻ്റെ, ആന്തരിക മുറിവിൻ്റെ, പകയുടെ മൂലഹേതുവായിട്ട് സാത്താൻ മാറ്റിയേക്കും. അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ അതിൽ നിന്ന് ഈശോയെ, ഈശോയെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. കൃപ കൊണ്ട് നിറച്ചേക്കണേ. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈ ദിവസത്തെ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളെ, അച്ഛനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു കുടുംബം, പ്രത്യേകിച്ച് ജോലി മേഖലയിൽ തടസ്സങ്ങളുള്ള ഒരു കുടുംബം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചില മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ദിവസത്തേക്ക് ഒന്ന് സമർപ്പിക്കുക. ഇന്ന് ജൂലൈ ആഗസ്റ്റ് 7-ാം തീയതി 2025 ആണ്ട്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം നമ്മൾ ഉണർന്നെഴുന്നേറ്റ ഈ ദിനം നമുക്കറിയില്ല എന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. നാളത്തെ ദിവസം എനിക്കെങ്ങനെയായിരിക്കുമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. ഇന്നത്തെ നമ്മുടെയൊക്കെ ചില പദ്ധതികളൊക്കെയുണ്ട്, യാത്രകൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം ഈശോയിലേക്ക് കിടക്കുക. ഈ ദിവസത്തെ കർത്താവെ, ഈ വ്യാഴാഴ്ച ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ജോലി മേഖലകൾ, ഞാൻ ഇന്ന് പോകുന്ന ജോലി മേഖലകൾ, വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ പഠന മേഖലകൾ, വഴിയാത്രകൾ കൂട്ടായിരിക്കണമേ നാഥ. പേടിപ്പെടുത്തുന്ന ഒരു ലാഞ്ചന പോലും ഞങ്ങൾക്ക് ഈ ദിനം നൽകിയേക്കരുതേ. കാണപ്പെടാത്ത എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ കർത്താവേ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭയപ്പെടുത്തുന്ന ഒരു ലാഞ്ചന പോലും ഞങ്ങൾക്കുണ്ടാകരുതേ. ഞങ്ങളങ്ങയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ ഇന്നത്തെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും, മുമ്പിലണച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരിക്കൽ കൂടി ജീവനും സർവസ്വവും
പാവനാത്മാവേ പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും ജീവനുമെന്റെ സർവസ്വം മുൻപിലാണ് കുമ്പിടുന്നു. പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മൾ ഈ ദിവസം ആരംഭിക്കുകയാണ്. ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രതിജ്ഞയെടുത്ത ഒരു ദിവസം കൂടിയാണ്. ഈശോ പറയുന്നുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല കേട്ടോ, ഈ ഭൗതിക സുഖങ്ങൾ കൊണ്ട് മാത്രമല്ല കേട്ടോ, എത്ര പണം ഉണ്ടായാലും അധികാരം ഉണ്ടായാലും അതൊന്നും അനുഭവിക്കുവാൻ, അതിൽ നിന്നുള്ള സന്തോഷം കണ്ടെത്തുവാൻ നിനക്ക് സാധിക്കാതെ ചിലപ്പോൾ വന്നേക്കാം. പൂർണ്ണമായിട്ടൊന്ന് ഈശോയിലേക്ക് കൊടുത്ത് ശാന്തമായിട്ട് ഈ ദിവസം മുഴുവൻ ഒന്ന് കൊടുത്ത് സ്തുതി 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 സ്തുതി. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ ലോകത്തോട് മുഴുവൻ കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈശോയുടെ വലിയ കൃപ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിതരാകട്ടെ. ഈ ദിനം മുഴുവൻ ഈ ഉയർത്തപ്പെട്ട സ്ലീവായുടെ ശക്തമായ സാന്നിധ്യത്താലും കൃപയാലും നീ നിറയുകയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഈ പരിശുദ്ധ സ്ലീവ നിന്നെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.